കാരണമായി തീരാവുന്ന കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ കഴിവോ നമ്മുടെ പുണ്യപ്രവൃത്തികളോ അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ മറ്റൊന്നുമല്ല, എന്നാൽ ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ് ഈ രാത്രികാലവും ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്ക് കടന്നു വരാൻ നമ്മൾ സഹായിച്ചത്. തമ്പുരാന്റെ കൃപയൊന്ന് മാത്രമാണ്. അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇവിടെ രാത്രികാലം നാം വായിച്ചു കണ്ടത് 34-ാം സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. അതിന്റെ പ്രാരംഭവാക്യത്തിന് പ്രകാരം പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. ഒരു ദൈവജനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ അവൻ സ്തുതിക്കുന്നവനായിരിക്കണം. പ്രൈസ് ഗോഡ്. ഏത് സമയത്തും. ഹല്ലേലൂയ. ഒരു സംഗീതക്കാരൻ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തിലായിരിക്കുന്ന അവസ്ഥയായിരിക്കുന്നില്ല. എപ്പോഴും ഒരു പക്ഷേ അവൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ചില സമയങ്ങളുണ്ടാവും. ചില സമയത്ത് അവൻ്റെ ജീവിതത്തിൽ കഷ്ടതയുടെ അനുഭവങ്ങൾ കൂടി അവൻ കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ നിരാശയുടെ അനുഭവങ്ങളിൽ കൂടി അവൻ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. എന്നാൽ സങ്കീർത്തനക്കാരോട് പറയുന്നു, ഹല്ലേലൂയ, ഏതവസ്ഥയിൽ കൂടി നാം കടന്നുപോയാലും, സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, ഹല്ലേലൂയ, പ്രയാസമായിക്കോട്ടെ, ഞെരുക്കമായിക്കോട്ടെ, ഏതവസ്ഥയിൽ കൂടി നാം കടന്നുപോയാലും അപ്പോഴൊക്കെയും ഹല്ലേലൂയ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുവാനുള്ള അല്ലെങ്കിൽ യഹോവയെ സ്തുതിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം പതറിപ്പോകാറുണ്ട്. പലപ്പോഴും നാം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പിന്റെ അവസ്ഥകൾ കടന്നു വരാറുണ്ട്. എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ പ്രതികൂലങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും സന്തോഷത്തിന്റെ അവസ്ഥയിലും സുഖത്തിന്റെ അവസ്ഥയിലും ഹല്ലേലൂയ നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും ക്ലേശങ്ങളുടെ അവസ്ഥയിൽ കൂടി നാം കടന്നു പോകുമ്പോഴും നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായിത്തീരണം. ഹല്ലേലൂയ. എല്ലാ കാലത്തും ഞാൻ വാഴ്ത്തും. ഹല്ലേലൂയ. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ. 33-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പ്രകാരം സംഗീതക്കാരൻ പറയുന്നുണ്ട്, നീതിമാന്മാരെ യഹോവയെ ഘോഷിച്ച് സ്തുതിക്കുന്നതാണ് നേരുള്ളവർക്ക് ഉചിതമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ അതിരിൽ നിന്നേണം സ്തുതി സ്തോത്രങ്ങൾ ഉയരണം. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്ക്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, ഹല്ലേലൂയ, ദൈവം നൽകി തരുന്ന ഹല്ലേലൂയ എന്താണ് ഹല്ലേലൂയ ദൈവം നമ്മെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിനെ ഓർത്താൽ ഹല്ലേലൂയ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം അത്രമാത്രം ഹല്ലേലൂയ ആർക്കും വേണ്ടാത്തിടത്തുനിന്ന് കർത്താവ് നമ്മെ തേടി വന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മെ തിരഞ്ഞെടുത്തു. ഈ കൃപയിൽ നമ്മെ ആക്കി. ഹല്ലേലൂയ. ആ ദൈവം വലിയൊരു പദവിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് സ്തുതിക്കാതിരിക്കുവാൻ കഴിയില്ല ദൈവങ്ങളെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ സംഗീതക്കാരൻ 2-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ഹല്ലേലൂയ. നമുക്ക് യഹോവയിൽ പ്രശംസിക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. വചനം എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. പ്രശംസിക്കുന്നത് എന്താണ്? കർത്താവിൽ പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രശംസ എന്തായിരിക്കണം? കർത്താവ് യേശുക്രിസ്തുവിൽ മാത്രമായിരിക്കണം നമ്മുടെ പ്രശംസ. ഹല്ലേലൂയ. ലോകത്തിൽ മനുഷ്യർക്ക് പലതും പറഞ്ഞ് പ്രശംസിക്കുവാൻ ഒക്കെയും ഉണ്ടെങ്കിലും ഹല്ലേലൂയ, എന്നാൽ ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവന് പ്രശംസിക്കാനുള്ളത് കർത്താവിൽ മാത്രമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം ഏതവസ്ഥയിലായിരുന്നു? ഹല്ലേലൂയ. നാം ഇപ്പോൾ എവിടെയായിരിക്കുന്നു? റോമാലേഖനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കണം. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കണം. അപ്പോൾ നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വചനപ്രകാരം പറഞ്ഞു, നിങ്ങളോ അന്ധകാരത്തിൽ തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. അപ്പൊ ഈ കാറ്റഗറിയിലാണ് നമ്മെ പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ വിളിച്ചതെടുന്ന അന്ധകാരത്തിന്റെ അവസ്ഥയിലാണ്. പ്രൈസ് ഗോഡ്. വചനം പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്വഭാവത്തിൽ ഇവിടെ റോമാലേഖനം പറയുന്നു, സ്വഭാവത്താൽ നാം എന്തായിരുന്നു? കാട്ടുമരമായിരുന്നു നമ്മെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒരു മരത്തിൽ ഒട്ടിച്ചു ചേർത്തു. ഹല്ലേലൂയ. അപ്പോൾ ആർക്കും വേണ്ടാതെ ഹല്ലേലൂയ ഒരു കാട്ടുമരമായിരുന്നു നമ്മെ ഹല്ലേലൂയ ആ നല്ല മരത്തോട് ദൈവം എന്ത് ചെയ്തു? ഒട്ടിച്ചു ചേർത്താണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവനെ ഹല്ലേലൂയ സ്വന്തമായവനോ ഹല്ലേലൂയ അവനെ കൈക്കൊണ്ടില്ല. അങ്ങനെയാണ് ഹല്ലേലൂയ ഈ ജാതികളായ നമ്മെ കർത്താവ് തെരഞ്ഞെടുത്തത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വലിയ തെരഞ്ഞെടുപ്പ് ഓർത്താൽ ഹല്ലേലൂയ നമുക്ക് പ്രശംസിക്കാൻ വകയുണ്ട്. പ്രൈസ് ലോർഡ്. കാരണം എന്താണ്?
ഒരു കാലത്ത് അന്ധകാരത്തിന്റെ അവസ്ഥയിലായിരുന്നു. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ ഹല്ലേലൂയ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വഭാവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്ന ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് പ്രശംസിപ്പാൻ കഴിയുന്നതിനായിരിക്കണം, കർത്താവിനായിരിക്കണം നമ്മുടെ പ്രശംസ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ റോമാലേഖനം അതിന്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ഒന്ന് വായിക്കാമോ? 17-ാം വാക്യം. ഇവിടെ വചനപ്രകാരം വളരെ വ്യക്തമായിട്ട് പറയുന്നു, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടിലുമായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കാട്ടൊലിവായിരുന്ന നമ്മെ ഹല്ലേലൂയ, ആർക്കും വേണ്ടാതിരുന്ന നമ്മെ ഹല്ലേലൂയ ഈ ദൈവസഭയുടെ അംഗങ്ങളാക്കി കർത്താവ് നമ്മെ ഹല്ലേലൂയ തീർത്തിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഈ ദൈവസഭയുടെ അംഗങ്ങളാക്കി നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ നീ പ്രശംസിക്കരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഞെളിയുവാനോ ഒന്നും നമ്മുടെ മുമ്പിലില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പ്രശംസിപ്പാൻ ഹല്ലേലൂയ വകയുണ്ടെങ്കിൽ കർത്താവിൽ മാത്രമേ നാം പ്രശംസിക്കാവൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന്റെ കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇനി വളരെയധികം ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ഹല്ലേലൂയ പുകഴുവാനോ പ്രശംസിപ്പാനോ ഞെളിയുവാനോ ഒന്നും നമ്മുടെ മുന്നിലില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മ എന്ത് കണ്ടോണ്ട് ഞെളിയാനാണ്? ഹല്ലേലൂയ. നാം വെറും പൊടിയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രശംസിക്കുന്നത് എന്തിൽ പ്രശംസിക്കണം? അതുകൊണ്ടാണ് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കർത്താവിൽ പ്രശംസിക്കണം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കണം. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത് ഹല്ലേലൂയ, കർത്താവ് യേശുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ വേറെ ഒന്നുമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം യിരെമ്യാ പ്രവചനം അതിന്റെ 9-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ, യിരെമ്യാ 9:23. ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. വചനം പറയുന്നു ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. നമുക്ക് ഈ ലോക മനുഷ്യനെ നാം ചിന്തിച്ചോ ഒന്ന് കണ്ടുപിടിച്ചു നോക്കി കഴിഞ്ഞാൽ പലരും ഹല്ലേലൂയ നമ്മളെക്കാളും ജ്ഞാനമേറിയവരും അറിവുള്ളവരായിട്ടുള്ള പല വ്യക്തികളെ ഹല്ലേലൂയ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ചില വ്യക്തികളൊക്കെയും ഹല്ലേലൂയ അവരുടെ അറിവിലും അവരുടെ ജ്ഞാനത്തിലും വളരെയധികമായിട്ട് സ്വയം പുകഴുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ തിരുവചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ജ്ഞാനി ഹല്ലേലൂയ തന്റെ ജ്ഞാനത്തിൽ ഒരിക്കലും പ്രശംസിക്കരുത്. അല്ലെങ്കിൽ എനിക്കൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ ആ കഴിവിൽ ഞാൻ ഒരിക്കലും പ്രശംസിക്കുവാനോ അല്ലെങ്കിൽ അതിൽ ഞെളിയുവാനോ നാം ഒരിക്കലും എന്താണ് തുനിയെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചാൽ, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. നമുക്കറിയാം റോണി കോൾമാൻ എന്ന് പറഞ്ഞൊരു ഒരു ബോഡി ബിൽഡർ ഉണ്ട്. എത്ര പേർക്കറിയാം റോണി കോൾമാൻ? കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? അദ്ദേഹം മിസ്റ്റർ ഒളിമ്പിയായിട്ട് 8 തവണ മിസ്റ്റർ ഒളിമ്പിയ ഒരു മനുഷ്യനാണ്. ഭയങ്കരമായ ഒരു ബോഡി ബിൽഡറാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യന്റെ ബോഡിയൊക്കെ ഇത്ര ഈ ലെവലിലേക്കൊക്കെ ആയിത്തീരുമോ. അത്രമാത്രം ഭയങ്കരമായ ഒരു മനുഷ്യനാണ്. എന്നാൽ അത് ഭയങ്കര ബലമായ ഒരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പോൾ വളരെ നരകതുല്യമായ അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പവർ ലിഫ്റ്റിംഗ് അതുപോലെ വെയിറ്റിങ്ങിനുള്ള സംഭവങ്ങൾ ഈ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ആരോഗ്യത്തിന്റെ അപ്പുറമായിട്ട് അദ്ദേഹം വെയിറ്റ് എടുക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പ്രാരംഭത്തിൽ ചെറിയൊരു നടുവിന് വേദന അനുഭവപ്പെട്ടു. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇനി ഇതുപോലുള്ള വെയിറ്റുകൾ നിങ്ങൾ എടുക്കരുത് എന്നൊക്കെ അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുത്തു. പക്ഷെങ്കിലും അതൊന്നും അദ്ദേഹം കൂട്ടാക്കില്ല. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ആ വ്യക്തി എന്ത് ചെയ്തു? അങ്ങനെ തന്നെ അത് തുറന്നുകൊണ്ടിരുന്നു. അങ്ങനെ ചില നാളുകൾക്ക് ശേഷമായിട്ട് ആ വ്യക്തിയുടെ ഹല്ലേലൂയ അദ്ദേഹത്തിന് വെയിറ്റ് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് നട്ടല് അല്ലെങ്കിൽ ബെൻഡാവാനായിട്ട് ഇടയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അദ്ദേഹത്തിന് ഒരു വടി കുത്തി വളരെ രണ്ടുപേരും അവരുടെ സഹായത്തോടു കൂടി അല്ലാതെ
അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലൊക്കെ ആ മനുഷ്യനായി തീരാൻ ഇടയാക്കുന്നു. അദ്ദേഹം വലിയൊരു ബലവാനായ ഒരു വ്യക്തിയാണ്. പക്ഷേ എന്താണ് ഹല്ലേലൂയ, എന്നെ കൊണ്ട് ഹല്ലേലൂയ ആ ഡോക്ടർമാരെ അഡ്വൈസ് ചെയ്തപ്പോൾ എല്ലാം അതിനപ്പുറമായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ഓവർ വെയിറ്റ് എടുക്കുകയും ആ ലെവലിലേക്ക് അദ്ദേഹം നീങ്ങുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അറിയാതെ തന്നെ എന്ത് ചെയ്തു, ഹല്ലേലൂയ, താൻ ഹല്ലേലൂയ വലിയൊരു പ്രതിസന്ധിയിലേക്ക് താൻ ഹല്ലേലൂയ കടന്നു പോകുന്നൊക്കെ ഇടയായിത്തീർന്നു. ഇപ്പോൾ നിങ്ങൾ നെറ്റിൽ അത് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ബലവാൻ എന്താണ്, അവന്റെ ബലത്തിൽ പ്രശംസിക്കാനോ പുകഴുവാനോ ഒന്നും നമുക്കില്ല. കാരണം എന്താണ്, ഹല്ലേലൂയ, ഈ ലോകം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്, ഇതൊക്കെ വളരെ നശ്വരമാണ്. ഹല്ലേലൂയ, ഒരിക്കലും നിലനിൽക്കുന്നില്ല. അടുത്ത വാക്യം വായിച്ചാട്ടെ. ധനവാൻ തന്നെ ധനത്തിൽ പ്രശംസിക്കരുത്. കേട്ടോ, ആ വാക്യം ഒന്നുകൂടെ വായിക്കുമോ? 24 വാക്യം. അതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ ധനം, ഈ ലോകത്തിന്റെ ജ്ഞാനം, ഈ ലോകത്തിന്റെ ബലം, ഇതെല്ലാം വളരെ താൽക്കാലികമാണ്, വളരെ ക്ഷണികമാണ്. ഏത് സമയത്തും അതിന്റെ ചീട്ടുകൊട്ടാരം പോലെ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി ഹല്ലേലൂയ പോകുവാൻ സാധ്യതയുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് മനസ്സിലാക്കി വചനം നമ്മളോട് പറയുകയാണ്, ഹല്ലേലൂയ, ഇതെല്ലാം വളരെ താൽക്കാലികമാണ്, ഇതെല്ലാം വളരെ ക്ഷണത്തിൽ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. എന്നാൽ പ്രശംസിക്കുന്നത് എന്താണ്? കർത്താവിൽ പ്രശംസിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്ന എന്തിങ്ങനെ എന്ന് ഗ്രഹിച്ചറിയുന്നതിനാൽ തന്നെ പ്രശംസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദയയും ന്യായവും പ്രവർത്തിക്കുന്ന, ഹല്ലേലൂയ, നീതിയും പ്രവർത്തിക്കുന്ന, ഹല്ലേലൂയ, ആ ദൈവത്തിലാണ് ഹല്ലേലൂയ ദൈവമക്കളെ നാം പ്രശംസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രശംസ എപ്പോഴും നമ്മുടെ കർത്താവിനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ മറ്റു കാര്യങ്ങളിലോ മറ്റ് പുകഴ്ചയിലോ ഒന്നും നാം പ്രശംസിക്കരുത്. നമുക്ക് പ്രശംസിപ്പാനോ നമുക്ക് പുകഴുവാനോ നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. ഹല്ലേലൂയ. സാമ്പത്തികമായിട്ട് പ്രശംസിപ്പാനോ, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് പ്രശംസിപ്പാനോ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഇതെല്ലാം നശ്വരമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വളരെ ക്ഷണികമാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ഹല്ലേലൂയ നഷ്ടമായി പോകാൻ അധികം സമയമൊന്നും വേണ്ട. ഹല്ലേലൂയ, നിസ്സാര സമയത്തിനുള്ളിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോകാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നാം പ്രശംസിക്കുന്ന കർത്താവിൽ മാത്രമേ നാം പ്രശംസിക്കാവൂ. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 4 വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം നൽകി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ ഭയങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന നല്ലൊരു കർത്താവ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭയങ്ങൾ നമ്മെ അലട്ടുവാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില വ്യക്തികൾക്ക് ഹല്ലേലൂയ മരണഭയം അവരെ അലട്ടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ ഭയം അലട്ടുമ്പോൾ ഇവർ വിചാരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇപ്പോൾ ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തകർന്നു പോകും, എന്റെ ജീവിതം അല്ലെങ്കിൽ നാശത്തിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ പിശാച് ഒരുക്കുന്ന വലിയ വലിയ തന്ത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ഭക്തൻ പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് ഉത്തരമരുളിയത്? എന്റെ സകല ഭയങ്ങളിലും ഹല്ലേലൂയ എന്നെ വിടുവിച്ചു. തന്റെ ജീവിതത്തിൽ ദാവീദിന്റെ ജീവിതത്തിലും താൻ പലപ്പോഴും ഭയരഹിതനായിട്ട് ഭയത്തോടുകൂടി താൻ കടന്നുപോയ സന്ദർഭങ്ങൾ തന്റെ ജീവിതത്തിലുണ്ട്. പലരും അവനെ കൊല്ലുവാൻ വേണ്ടി ഹല്ലേലൂയ ശ്രമിക്കുമ്പോഴൊക്കെയും അവന്റെ ജീവിതം പലപ്പോഴും പ്രാണഭയത്തിലായ അവസ്ഥയിൽ കൂടി അവൻ കടന്നുപോയപ്പോഴും അവൻ യഹോവയോട് നിലവിളിച്ചു. ആ ഭയങ്ങളിലെല്ലാം മരണഭയങ്ങളിലെല്ലാം കർത്താവ് അവനെ വിടുവിക്കാൻ നമ്മൾ ഇടയാക്കിയിരുന്നു. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കുന്ന പ്രകാശനായി അവരുടെ മുഖം രചിച്ചുവാൻ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന എബ്രായ ബാലന്മാർ, ഹല്ലേലൂയ, നെബൂഖദ്നേസർ നിർത്തിയ ദൂരാസമഭൂമിയിൽ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കണമെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, അവർക്കെതിരെ ഹല്ലേലൂയ വലിയൊരു ഹല്ലേലൂയ വിളംബരം പ്രഖ്യാപിച്ചപ്പോൾ, ഹല്ലേലൂയ, എല്ലാവരും വീണ് കാഹളം, കുഴൽ, ഹല്ലേലൂയ, തമ്പുരു ഇതൊക്കെ വീട്ടുമ്പോൾ നിങ്ങൾ വീണ് നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഹല്ലേലൂയ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 3 എബ്രായ ബാലന്മാർ, ഹല്ലേലൂയ, അവർ പ്രമാണത്തിന് വേണ്ടി നിന്ന ഭക്തന്മാരായിരുന്നു. അവർ നമസ്കരിക്കേണ്ടപ്പോൾ ഇടയായി തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ രാജാവിനോട് ഒരു കാര്യം പറഞ്ഞു, രാജാവ് ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, അങ്ങ് നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ ഒരിക്കലും നമസ്കരിക്കില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്കറിയാം, അവർ അനുഭവിച്ചറിഞ്ഞ ഈ ദൈവം, ഹല്ലേലൂയ, അവരെ വിടുവിക്കുമെന്നുള്ള അവർക്കൊരു ഉത്തമമായ ബോധ്യമുണ്ട്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ഇന്നേവരെ അവർ അനുഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. അവർ കടന്നു പോകാത്ത ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് അവർ ഇപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ.
രാജാവ് ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, ഈ ബിംബത്തെ നോക്കി ആരെങ്കിലും നമസ്കരിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ 7 മടങ്ങ് ഹല്ലേലൂയ തീച്ചൂള 7 മടങ്ങ് തീച്ചൂള വർദ്ധിപ്പിക്കാമെന്നൊക്കെ എഴുതുന്നു. എന്നാൽ തീച്ചൂളെ ഹല്ലേലൂയ കൊണ്ടിടുവാൻ പോയവരെ തീച്ചൂള ദഹിപ്പിച്ച് കളഞ്ഞപ്പോൾ ഹല്ലേലൂയ അതിന്റെ നടുവിലും ഈ ഭക്തന്മാർ ഹല്ലേലൂയ സന്തോഷത്തോടുകൂടി നടക്കുകയാണ്. പ്രൈസ് ലോർഡ്. രാജാവ് നോക്കിയപ്പോൾ ഹല്ലേലൂയ ഈ എബ്രായന്മാർ തീയുടെ മണം പോലും അവരുടെ ശരീരത്തിൽ ഹല്ലേലൂയ ഏശാതെ വണ്ണം കർത്താവ് അവരെ പരിപാലിക്കാൻ നമ്മൾ എഴുതുന്നു. അതാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവമക്കളെ, നാം ഹല്ലേലൂയ പലപ്പോഴും ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് സഹിക്കുവാൻ കഴിയാവുന്നതിനപ്പുറമായിട്ടുള്ള ചില ഹല്ലേലൂയ പ്രതിസന്ധികൾ ഹല്ലേലൂയ കർത്താവ് ഞാൻ അതിനകത്ത് എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ആ ഒരു ആകുലതയുടെ അവസ്ഥയിൽ നാം നിൽക്കുമ്പോൾ ഹല്ലേലൂയ നാം ഹല്ലേലൂയ ആരിലാണ് വിശ്വസിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കുമെന്നുള്ള ആ ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ മാനുഷ്യമായി ചിന്തിച്ചു നോക്കിയാൽ കർത്താവേ, ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ അതിനകത്തോടെ ഈ പ്രതിസന്ധിക്കകത്തോടെ ഞാൻ എങ്ങനെ കടന്നു പോകും? ഇത് എനിക്ക് എന്നെ കൊണ്ട് താങ്ങുവാൻ കഴിയില്ലല്ലോ, എനിക്കിത് വഹിക്കുവാൻ കഴിയില്ലല്ലോ എന്ന് പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ ഞരക്കങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ എത്തിയ എത്രയോ സന്ദർഭങ്ങളുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ, ആരോടും പറയുവാൻ കഴിയാതെ കർത്താവേ ഈ പ്രതിസന്ധിക്കകത്തോടെ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ചിന്തിച്ചു പോയ എത്രയോ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഹല്ലേലൂയ വചനം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മെ ഹല്ലേലൂയ ഈ രാത്രികാലം ഉറപ്പിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. നാം ദൈവമുഖത്തേക്ക് നാം നോക്കുന്ന ഏതൊരു വ്യക്തിയും ഹല്ലേലൂയ ഏത് വ്യക്തിയാണോ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നത് ആ വ്യക്തികൾ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ നമ്മുടെ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഈ രാത്രികാലം ആ ഒരു ഉറപ്പോട് കൂടി തന്നെ വേണം ഈ രാത്രികാലം നാം കടന്നു പോകാൻ. ഏത് പ്രതിസന്ധികൾ, ഏത് പ്രതികൂലങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ. ഹല്ലേലൂയ, ഒരു നിമിഷം ഹല്ലേലൂയ ഈ എബ്രായ ബാലന്മാർക്ക് അവരുടെ തീരുമാനം മാറ്റിയായിരുന്നെങ്കിൽ ഈ തീച്ചൂളയ്ക്കകത്ത് വീഴാതെ അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ അവർ പറഞ്ഞു, ഹല്ലേലൂയ ഈ തീച്ചൂളയ്ക്കകത്ത് ഹല്ലേലൂയ ഞങ്ങൾ വെന്തിരിഞ്ഞാലും ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവത്തെ വിട്ട് ഞങ്ങൾ പിന്മാറുകയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, അതായിരിക്കും ദൈവമക്കളെ നമ്മുടെ ഹല്ലേലൂയ തീരുമാനം എന്ന് പറയുന്നത്. എത്ര പ്രതികൂലങ്ങൾ, എത്ര പ്രതിസന്ധികൾ വന്നോട്ടെ ഹല്ലേലൂയ ഈ ദൈവത്തെ വിട്ട് ഹല്ലേലൂയ ഒരാളുകൂടെ പോലും പിന്മാറാതെ വണ്ണം ഹല്ലേലൂയ ആ മുഖത്തേക്ക് നാം നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമുക്കൊരിക്കലും ലജ്ജിക്കാൻ ഹല്ലേലൂയ കർത്താവിന്റെ വരുത്തത്തില്ല. പ്രൈസ് ലോർഡ്. നമ്മുടെ മുഖം പ്രകാശനായി തീരുന്നക്കണം, ഇടയായി തീരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 6-ാം വാക്യത്തിൽ പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് നല്ലൊരു കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, നമ്മളെ വിളിക്കുന്ന നമുക്ക് എത്രയോ ഹല്ലേലൂയ അപകടം ഹല്ലേലൂയ എത്രയോ കഷ്ടതയിൽ കൂടി അവസ്ഥയിൽ കൂടി കഴിഞ്ഞ നാളുകളൊക്കെ നാം കടന്നുപോയി. ഹല്ലേലൂയ, എന്നാൽ പരസ്പരം ഹല്ലേലൂയ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയത്തില്ലെങ്കിലും ഹല്ലേലൂയ ഓരോരുത്തരും അനുഭവിച്ചിരിക്കുന്ന കഷ്ടങ്ങൾ, ഓരോരുത്തരും അനുഭവിക്കുന്ന മാനസിക വ്യതകൾ ഹല്ലേലൂയ എത്രമാത്രം ഉണ്ടെന്നുള്ള ഹല്ലേലൂയ ആ ഓരോരുത്തർക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഹല്ലേലൂയ അതിന്റെ നടുവിലും ഹല്ലേലൂയ നാം നിലവിളിച്ചപ്പോൾ നമ്മെ തള്ളിക്കളയാതെ വണ്ണം നമ്മെ ചേർത്ത് നിർത്തിയ നല്ല കർത്താവ്. ഹല്ലേലൂയ, ഇവിടെ വചനം പറയുന്നു, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും ഹല്ലേലൂയ പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞു ഹല്ലേലൂയ ഇവരെ സിംഹക്കുഴിയിലിട്ട് ഹല്ലേലൂയ അവരെ തകർത്ത് തരിപ്പണമായി പോകുന്നതാണ് ഹല്ലേലൂയ ദാനിയേൽ ചിന്തിച്ചത്. ഹല്ലേലൂയ, എന്നാൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദാനിയേലിനോട് ചോദിക്കുമ്പോൾ ദാനിയേൽ പറഞ്ഞ ഇപ്രകാരമാണ്, ഹല്ലേലൂയ സിംഹങ്ങളിലേക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് ഹല്ലേലൂയ സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞു. ദൈവമക്കളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം തകർന്ന് തരിപ്പണമായി പോകേണ്ട സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്മാരുടെ ഹല്ലേലൂയ പരിപാലനം എത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാവുന്ന കാരണം ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവമക്കളെ ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ നാം തകർന്നു പോകും, ഹല്ലേലൂയ നാം തരിപ്പണമായി പോകുന്നു. ഹല്ലേലൂയ കർത്താവേ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന് നാം പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? ഹല്ലേലൂയ, എന്നാൽ അതിന്റെ നടുവിലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി തന്റെ ദൂതനെ ഇറക്കി ഹല്ലേലൂയ നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ദാനിയേലിന്റെ ജീവിതത്തിൽ കൂടി അതാണ് നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവരെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ദൈവത്തെ അറിയുവാനും പറ്റും, ദൈവത്തെ നമുക്ക് രുചിച്ചറിയുവാനും പറ്റും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ദൈവത്തെ ഹല്ലേലൂയ യോബിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ അനുഭവം ഈ ചൂളയ്ക്കകത്തോടെ താൻ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ അവസാനമായി താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, മുൻപേ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ അങ്ങയെക്കുറിച്ച് ഞാനൊരു കേൾവി മാത്രമേ ഹല്ലേലൂയ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, എന്നാൽ ഇപ്പോൾ എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ അങ്ങയെ കാണുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ആ കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്തൂടെ അദ്ദേഹം കടന്നുപോയപ്പോൾ ഹല്ലേലൂയ യഥാർത്ഥമായി ആ ദൈവം ആരാണെന്നും ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ തനിക്ക് രുചിച്ചറിയാവുന്ന ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ,
ദൈവമക്കളെ. ഹല്ലേലൂയ. അതാണ് ദൈവമക്കളെ, ദൈവത്തെ അറിയുവാനും പറ്റും. ഹല്ലേലൂയ. ദൈവത്തെ അറിയുകയല്ല, ദൈവത്തെ നാം രുചിച്ചറിയുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുദിനം ഓരോ നിമിഷവും നമ്മുടെ ദൈവത്തെ നാം രുചിച്ചറിയുന്നവരായി തീരുന്ന കൊണ്ടടിയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവന്റെ വിശുദ്ധന്മാരെ, യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് എന്താണ്? ഒന്നിനും മുട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ, ഇതുവരെയും ഹല്ലേലൂയ ഒരു മുട്ടും കൂടാതെ ഹല്ലേലൂയ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ ഹല്ലേലൂയ എത്രയോ പേർ ഹല്ലേലൂയ ജോലി നഷ്ടപ്പെട്ട് ഹല്ലേലൂയ യാതൊരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഈ രാജ്യം വിട്ടു പോയപ്പോൾ ഹല്ലേലൂയ അതിന്റെയൊക്കെ നടുവിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമക്കളെ, ദൈവം നമ്മളെ എത്ര അത്ഭുതകരമായിട്ടാണ് ഹല്ലേലൂയ നമ്മയുടെ ഈ ദേശത്ത് കാത്തു പരിപാലിച്ചത്. ഹല്ലേലൂയ. എത്രയോ പേർ നമ്മളെക്കാൾ കഴിവുള്ളവർ, സമ്പന്നർ, ഹല്ലേലൂയ വിദ്യാഭ്യാസം, ഹല്ലേലൂയ യോഗ്യതയുള്ളവർ, എത്രയോ പേർ ഈ രാജ്യം വിട്ട് ഹല്ലേലൂയ ഒന്നുമില്ലാത്ത ശൂന്യതയുടെ അവസ്ഥയിൽ കൂടി ഈ രാജ്യം വിട്ട് പോയപ്പോഴും ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ അതിന്റെ നടുവിലും ഹല്ലേലൂയ കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ചില്ലേ. ക്ഷാമകാലത്തും ഹല്ലേലൂയ നമ്മെ ക്ഷേമത്തോടെ കാത്തു പരിപാലിക്കുന്ന നല്ല കർത്താവ്. ഹല്ലേലൂയ. കെരീത്തിന്റെ ചുവട്ടിലായിരുന്ന ഹല്ലേലൂയ ഏലിയാവിന് വേണ്ടി ഹല്ലേലൂയ സ്വർഗ്ഗം ഇറങ്ങിയതുപോലെ ഹല്ലേലൂയ എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ക്ഷാമകാലത്തും ഹല്ലേലൂയ നമ്മെ ക്ഷേമമായി പോറ്റുന്ന നല്ല കർത്താവ് തന്റെ ഭക്തന്മാർക്ക് ഒന്നിനും ഹല്ലേലൂയ മുട്ടില്ലാതെ വണ്ണം, ഒരു കുറവില്ലാതെ വണ്ണം നമ്മെ പരിപാലിക്കുന്ന നല്ലൊരു കർത്താവിനെയല്ലേ നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 15-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ പേരും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് എന്താണ്? നീതിമാന്മാരുടെ മേൽ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരുപക്ഷെ നാം ചിന്തിക്കും, നമ്മുടെ നിലവിളി ആരും കാണുന്നില്ലയോ, ദൈവം എന്റെ നിലവിളി അങ്ങ് കേൾക്കുന്നില്ലയോ, എന്താണ് എന്റെ ഈ വിഷയത്തിനകത്തൊരു മറുപടി ഇല്ലയോ? ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ കണ്ണുനീരും നമ്മുടെ ഹല്ലേലൂയ നിലവിളിയെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഇതെല്ലാം തുരുത്തിയിലാക്കി വെച്ച് ഹല്ലേലൂയ ഇതിനൊക്കെ തക്ക സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ സമയത്ത് ഹല്ലേലൂയ നമ്മുടെ സമയത്തല്ല, ദൈവത്തിന്റെ സമയമുണ്ട്. ഹല്ലേലൂയ. ആ സമയത്തിന് വേണ്ടി നാം വെയിറ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സമയത്തല്ല കർത്താവ് പ്രവർത്തിക്കുന്ന, ദൈവത്തിന്റെ സമയത്ത്, ദൈവത്തിന്റെ തക്ക സമയത്ത് ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അത് വിശ്വസിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 18-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്കറിയാം ഹല്ലേലൂയ ലോകത്തിൽ ഹല്ലേലൂയ മെഡിക്കൽ സയൻസ് അത്രമാത്രം പുരോഗമിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ അവസ്ഥ അറിയുവാൻ, അവന്റെ ഹൃദയത്തിന്റെ വേദന അറിയുവാൻ, ഹല്ലേലൂയ അവന്റെ ഉള്ളിലുള്ള പ്രയാസത്തെ മനസ്സിലാക്കാൻ ഹല്ലേലൂയ ഒരു മെഡിക്കൽ എക്യുപ്മെന്റിനും ഹല്ലേലൂയ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയിരക്കണക്കിന് ഹല്ലേലൂയ മെഡിക്കൽ എക്യുപ്മെന്റ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ നുറുങ്ങിയ അവസ്ഥ അറിയുവാൻ, ഒരു മനുഷ്യന്റെ ഭാരം അറിയുവാൻ, അവന്റെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ അവസ്ഥകൾ എന്താണ്, അവൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അറിയുവാൻ തക്കോണം ഹല്ലേലൂയ ഒരു വിഷയം ഇന്നേ വരെ ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സ് തകർന്നവരെ രക്ഷിക്കുവാൻ ഈ ലോകത്തിന്റെ വൈദ്യന്മാർക്കോ ഹല്ലേലൂയ ഒരു ശാസ്ത്രജ്ഞനോ ആർക്കും കഴിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ മനസ്സ് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഒരുവനെ രക്ഷിക്കുവാൻ, ഹല്ലേലൂയ ഒരു വ്യക്തിയെ രക്ഷിക്കുവാൻ കഴിയുള്ളത് ഹല്ലേലൂയ നമ്മുടെ കർത്താവിന് മാത്രമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 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 അതുകൊണ്ടാണ് സംഘടന പറയുന്നത്, ഹല്ലേലൂയ യഹോവേ നീ ദൂരത്തിൽ നിന്ന് ഹല്ലേലൂയ എന്റെ ഹല്ലേലൂയ നിരൂപണങ്ങളൊക്കെ അങ്ങ് ഗ്രഹിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം കർത്താവേ അങ്ങ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ അറിയുന്ന ദൈവം, നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ മനസ്സിൽ ഹല്ലേലൂയ ഞാൻ വ്യാകുലപ്പെടുന്ന ഹല്ലേലൂയ അവസ്ഥകൾ അറിയുന്ന ദൈവം. ഒരുപക്ഷേ നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തികളോട് ഹല്ലേലൂയ നമുക്ക് പറയുവാൻ കഴിയില്ലായിരിക്കാം നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഹല്ലേലൂയ. ഒരുപക്ഷേ ഹല്ലേലൂയ ഈ രാത്രികാലം നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥകൾ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ ഹല്ലേലൂയ ഈ രാത്രികാലം ഹല്ലേലൂയ കർത്താവിന്റെ മുമ്പിൽ നീ പകരുകയാണെങ്കിൽ ഹല്ലേലൂയ ആ ഹന്ന ദേവാലയത്തിൽ ചെന്ന് ഹല്ലേലൂയ തന്റെ ഹൃദയം ഹല്ലേലൂയ യഹോവയുടെ സന്നിധിയിൽ പകർന്നതുപോലെ ഈ രാത്രികാലം ഹല്ലേലൂയ നിനക്ക് ഹല്ലേലൂയ വഹിക്കാൻ കഴിയാത്ത വേദനയാണോ നിന്റെ ഉള്ളിലായിരിക്കുന്നതെങ്കിൽ ഈ രാത്രികാലം ഇവിടെ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ ആ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തെ ഒന്ന് പകരുവാൻ, ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥകളെ ഹല്ലേലൂയ ഒന്ന് പകരുവാൻ നീ തയ്യാറായാൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഈ രാത്രികാലം ഹല്ലേലൂയ സ്വർഗ്ഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നിരിക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ രാത്രികാലം നീ മനസ്സ് തകർന്നവനായിട്ടോ മനസ്സ് തകർന്നവനായിട്ടാണോ ഹല്ലേലൂയ ഈ രാത്രികാലം ഈ ആലയത്തിന്റെ നടുവിൽ നീ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നിന്റെ അവസ്ഥകളെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ
ഹല്ലേലൂയ. വിങ്ങലുകളെ അറിയുന്ന ദൈവം ഹല്ലേലൂയ ഈ രാത്രികാലം ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട. ഈ രാത്രികാലം ഈ ആലയത്തിൽ കടന്നു വന്ന ദൈവമേ, എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു വിടുതലിന്റെ കാരണമായി തീരണമേ കർത്താവേ. ഈ രാത്രികാലം ഈ ആരാധന കർത്താവേ എന്റെ വിഷയത്തിൽ ഒരു പരിഹാരമായി തീരുമാനമാണ് കർത്താവേ. അങ്ങ് സഹായിക്കണമെന്ന് ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഹൃദയം നീ ദൈവസന്നിധിയിൽ പകർന്ന നിന്നെ വിടുവിക്കുവാൻ ഹല്ലേലൂയ നിന്നെ സഹായിപ്പാൻ ഹല്ലേലൂയ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ഈ രാത്രികാലം നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാൻ ദൈവങ്ങളെ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് പറയുവാൻ കഴിയണം ഹല്ലേലൂയ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് ഹല്ലേലൂയ ധൈര്യത്തോടുകൂടി പറയുവാൻ കഴിയണം ദൈവങ്ങളെ. പ്രതിസന്ധിയുടെ നടുവിൽ കൂടി, പ്രതികൂലത്തിന്റെ നടുവിൽ കൂടി, പ്രയാസത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ ധൈര്യത്തോട് പറയാൻ കഴിയണം കർത്താവേ ഹല്ലേലൂയ ഞാൻ അങ്ങേ എല്ലാ കാലത്തും വാഴ്ത്തും. ഹല്ലേലൂയ എന്റെ സ്തുതി ഹല്ലേലൂയ എപ്പോഴും അങ്ങനെയായിരിക്കും കർത്താവേ. എനിക്ക് പ്രശംസിപ്പാനോ എനിക്ക് പുകഴുവാനോ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. എനിക്ക് പ്രശംസിപ്പാനോ എനിക്ക് പുകഴുവാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ അത് അങ്ങിൽ മാത്രമാണ്. ഹല്ലേലൂയ അത് അങ്ങിൽ മാത്രമാണ് കർത്താവേ. ഹല്ലേലൂയ എന്റെ അന്ത്യം വരെയും കർത്താവേ അങ്ങയിൽ പ്രശംസിച്ചുകൊണ്ട് ഹല്ലേലൂയ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ എന്റെ അന്ത്യം വരെയും അങ്ങയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ എന്നെ പ്രാർത്ഥനാക്കണമെന്നുണ്ട്. ഹല്ലേലൂയ ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഹല്ലേലൂയ ആ ഒരു ഉറപ്പോടുകൂടി ആ ധൈര്യത്തോടുകൂടി ആ ഒരു സമർപ്പണത്തോടുകൂടി ദൈവമക്കളെ ഈ രാത്രിക്കാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ പൂർണ്ണമായി ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അന്ത്യം വരെ നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ അന്ത്യത വരെ ഹല്ലേലൂയ നമ്മളെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഹല്ലേലൂയ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ലോകത്തെ ജയിച്ച് ജൈവികനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ ഈ ലോകത്തിലെ കഷ്ടങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ ഹല്ലേലൂയ അല്ല നമ്മുടെ വിഷയം. ഹല്ലേലൂയ മറിച്ച് അതിനപ്പുറമായിട്ട് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുക അന്ത്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് ഹല്ലേലൂയ ആ യഹോവയെ പ്രശംസിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ അന്ത്യം വരെയും നമുക്ക് ഹല്ലേലൂയ ജയോത്സവമായി ഹല്ലേലൂയ നമ്മൾ വഴിനടത്തുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. കർത്താവ് ഈ വചനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല.